ഹേയ് ഗൈസ്, ബാംഗ്ലൂരിൽ നിന്നൊരു വൺ ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവരാണോ നിങ്ങൾ? എങ്കിൽ മൈസൂർ നിങ്ങളുടെ പ്രയോറിറ്റി ലിസ്റ്റിൽ ഫസ്റ്റ് ഉണ്ടാവേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ. ഞങ്ങളുടേതൊരു പ്രീ പ്ലാൻഡ് ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ കർമലറാം ടു മൈസൂർ ജംഗ്ഷൻ സ്ലീപ്പർ ക്ലാസ് ടിക്കറ്റ്സ് ഞാൻ ഓൾറെഡി ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 4 മണിക്കൂർ യാത്രയാണ് കേട്ടോ കാർമൽറാം ടു മൈസൂർ ജംഗ്ഷൻ വരെ ഉള്ളത്. മൈസൂർ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള ആനന്ദ ഭവനിൽ നട്ടോ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട്. ഇറ്റ് വാസ് ടു ഡെലീഷ്യസ്. നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ആനന്ദ ഭവനിലെ ഫുഡ് ഒരു തവണയെങ്കിലും ട്രൈ ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ ഞങ്ങളൊരു 10:30 ഒക്കെ ആയപ്പോഴേക്കും മൈസൂർ പാലസിലോട്ട് പോയിട്ടു. അതായിരുന്നു ഞങ്ങളുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ. റെയിൽവേ സ്റ്റേഷൻ ടു മൈസൂർ പാലസ് ജസ്റ്റ് 1 or 1.5 കിലോമീറ്റേഴ്സ് ദൂരമേ ഉള്ളൂ കേട്ടോ. ഓട്ടോയ്ക്കാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ വെറും 30 മുതൽ 50 രൂപ വരെയൊക്കെയാണ് ഓട്ടോ ചാർജ് ആവുള്ളൂ. പിന്നെ ഞങ്ങൾ അവിടെ എത്തിയ സമയം എന്ന് പറഞ്ഞാൽ ദസറയുടെ ടൈമായിരുന്നു. അവിടെ സ്റ്റിൽ ലൈറ്റിങ്, അവരുടെ അറേഞ്ച്മെൻറ്റ്സ്, അങ്ങനെ കുറേ കാര്യങ്ങൾ അവിടെ ഇൻ പ്രോഗ്രസ് ആയിരുന്നു. ഫുള്ളി ഡെക്കറേറ്റഡ് ഒന്നും ആയിരുന്നില്ല, കാരണം ദസറയുടെ 1 വീക്ക് മുന്നെയാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. മൈസൂരിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, എത്ര ക്രൗഡഡ് ആണെങ്കിലും ആ സിറ്റി നമുക്ക് ഭയങ്കര ക്ലീൻ ആയിട്ട് ഫീൽ ചെയ്യും. ബിക്കോസ് ഇറ്റ്സ് എ പ്രീ പ്ലാൻഡ് സിറ്റി. പിന്നെ പണ്ട് കാലത്ത് രാജകൊട്ടാരം രാജഭരണമൊക്കെ നിലനിന്നിരുന്ന സ്ഥലമായതുകൊണ്ടാവാം അത് അത്രയും പ്രീ പ്ലാൻഡ് ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഏകദേശം ഒരു 2 മുതൽ 3 മണിക്കൂർ വരെയൊക്കെ നടന്ന് കാണാനുള്ളതുണ്ട് കേട്ടോ ആ പാലസിൽ. അങ്ങനെ ഒരുപാട് കാണാനുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡിപ്പെൻഡ്സ് ഓൺ ദി പേഴ്സൺ ഹു ആർ എക്സ്പീരിയൻസിങ് ദാറ്റ്. പിന്നെ ഇപ്പോഴുള്ളൊരു ജനറേഷൻ്റെ പ്രത്യേകത, ഇൻക്ലൂഡിങ് മീ, നമ്മൾ കൂടുതൽ കണ്ണുകൊണ്ട് കണ്ട് ആസ്വദിക്കുന്നതിനേക്കാൾ ക്യാപ്ചർ ചെയ്യാനല്ലേ ടൈം ഒരുപാട് സ്പെൻഡ് ചെയ്യാറ്. അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ടല്ലോ. മൈ ഓൺ പേഴ്സണൽ ഒപ്പീനിയൻ, ഓക്കെ. ആൻഡ് ദസറ പീരീഡ് ആയതുകൊണ്ട് തന്നെ അവർ മൈസൂർ രാജാവിൻ്റെ 285 കിലോഗ്രാം വെയ്റ്റിലുള്ള ഗോൾഡിൽ ഉണ്ടാക്കിയിട്ടുള്ള ത്രോൺ അവിടെ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പെർ പേഴ്സൺ ഐ തിങ്ക് ₹50 ആയിരുന്നു അവിടുത്തെ ചാർജ് അത് കാണാൻ വേണ്ടിയിട്ട്. ക്യാമറ അലൗഡ് അല്ലാതിരുന്നത് കൊണ്ട് അതെനിക്ക് ഫിലിം ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഒരു 12:30 ഒക്കെ ആയപ്പോൾ ഇറങ്ങി നേരെ അടുത്തുള്ള ആനന്ദ ഭവനിൽ നല്ലൊരു വെജ് താലിയും കഴിച്ചു.